അഹ്മദ് അൽ മർസൂഖി കണ്ണ് കാണാത്ത ആളായിരുന്നു, 2 കണ്ണും കാണാത്ത ആളാണ്, വലിയ സൂഫിയായ മനുഷ്യനാണ്. അദ്ദേഹം ഒരിക്കൽ ഉറക്കത്തിൽ മുത്തുനബിയെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കത്ത് കാണാൻ കണ്ണു വേണ്ടാന്ന് മനസ്സിലാവും. അപ്പം നമുക്ക് ഉറക്കത്ത് കാണാൻ കണ്ണു വേണ്ട, ചിലപ്പോൾ നമുക്ക് കാണാത്തതിൻ്റെ കാരണം കണ്ണുണ്ടായതേ ഇക്കാരം എന്നൊക്കെ തോന്നും. അങ്ങനെയാണ്. അഹ്മദ് അൽ മർസൂഖി ഏതായാലും കണ്ണ് കാണാത്ത ആളാണ്. ഉറക്കത്തിൽ കണ്ണ് കാണാത്ത കുറേ ആൾക്കാർ നമ്മൾ താരീഖിൽ പഠിച്ചാൽ കിട്ടും. അബുൽ ഹസൻ അലിയിനി ഷാദുലി റളിയല്ലാഹു അൻഹു, ഷാദുലി തരീഖത്തിൻ്റെ 1ാം കണ്ണിയായ അബുൽ ഹസൻ അലിയിനി ഷാദുലി റളിയല്ലാഹു അൻഹു ജീവിതത്തിൻ്റെ ഒരു ആദ്യ ഭാഗം പിന്നിട്ടതിന് ശേഷം കണ്ണിൻ്റെ കാഴ്ച മുഴുവനായിട്ടും നഷ്ടപ്പെട്ടു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നേരെ ഓപ്പോസിറ്റാണ്. ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ കാഴ്ച ഉണ്ടായിരുന്നില്ല, പിന്നീട് കാഴ്ച വന്നു. അങ്ങനെ ചരിത്രത്തിൽ പലതും ഉണ്ടാവും. എന്തുകൊണ്ട് ആദ്യഘട്ടം പിന്നീട് കാഴ്ച നഷ്ടപ്പെട്ടു എന്നതിൻ്റെ ഉത്തരം, സ്വർഗത്തിലാദ്യം റബ്ബിനെ കാണുന്നത് കണ്ണിന് കാഴ്ച നശിച്ചവൻ തന്നാണത് എന്നാണ്. കണ്ണിന് കാഴ്ചയില്ലാത്തവരാണ് സ്വർഗത്തിൽ ആദ്യം അള്ളാഹുവിനെ കാണുക എന്നാണ്. അപ്പോൾ അഹ്മദ് അൽ മർസൂഖി കണ്ണ് കാണാത്ത ആളായിരുന്നു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഉറക്കത്തിൽ കണ്ടു. കൂടെ സഹാബത്തൊക്കെ ഉണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് എല്ലാവരും ഉണ്ട്. നബി തങ്ങൾ അഹ്മദ് അൽ മർസൂഖിയോട് പറഞ്ഞു, മർസൂഖി, സാധാരണ മനുഷ്യന്മാരുടെ ഈമാനിന് കുഴപ്പമില്ലാതിരിക്കാൻ പറ്റുന്ന ഒരു പാട്ടെന്താ നിങ്ങൾക്ക് പാടിയാൽ എന്ന് ചോദിച്ചു. അല്ല, അഹ്മദ് അൽ മർസൂഖി പറഞ്ഞു, നബിയെ, എനിക്കങ്ങനെ പാട്ടൊന്നും പാടാൻ അറിയില്ലല്ലോ പറഞ്ഞു. അതിൽ കൂടെ ഉണ്ടായിരുന്ന സഹാബത്ത് പറഞ്ഞു, അറിയില്ല എന്നൊന്നും പറയണ്ടടാ, മുണ്ടാതെ നിന്നാ മതി പറഞ്ഞു. അതല്ലോ വലിയൊരു നിലപാടിൽ വെച്ച ഏറ്റവും വലിയ നിലപാട് മുണ്ടായിരിക്കുക എന്നുള്ള നിലപാടാണ്. അതുകൊണ്ട് മുണ്ടാതിരുന്നാൽ മതിയായിരുന്നു. അപ്പം മൂപ്പര് മുണ്ടാന്നപ്പോൾ നബി തങ്ങൾ അരവരി പാടിക്കൊടുത്തു എന്നാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിലൊരിക്കലും ഒരു വരി പാട്ട് മുഴുവൻ പാടിയിട്ടില്ല. പാട്ട് കേൾക്കലുണ്ട്, പാട്ടിനെക്കുറിച്ച് അഭിപ്രായം പറയലുണ്ട്, അരവരി പറയലുണ്ട്. അങ്ങനെയാണ്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാട്ടിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. പല കവിതകളെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പാട്ട് കേൾക്കലുണ്ട്, സ്ഥിരമല്ല കേട്ടോ, എപ്പോഴും പാട്ട് കേൾക്കൊന്നുമില്ല. എന്നാലും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പാട്ട് കേൾക്കുകയും പാട്ട് ആസ്വദിക്കുകയും ചെയ്യാറുണ്ട്. മുഴുവനായിട്ടും ഒരു പാട്ട് പാടിയിട്ടില്ല, അരവരിയാണ് പാടിയിട്ടുള്ളത്. പാട്ട് പാടിയ അമ്പിയാക്കൾ ഉണ്ടായിട്ടുണ്ട്. ദാവൂദ് നബി അലൈഹി ഇസ്ലാം പാട്ട് പാടിയിട്ടുണ്ട്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വേദഗ്രന്ഥം പദ്യരൂപത്തിലുള്ളതായിരുന്നു. ഇഞ്ചീൽ, തൗറാത്ത്, സബൂർ, പഴയ നിയമവും പുതിയ നിയമവും. ഇഞ്ചീൽ നമ്മൾ അധികവും കാണാത്തതാണ്. അത് സംഭവം തൗറാത്തിൻ്റെ ബൈബിളിൻ്റെ കൂടെ തന്നെ ഉണ്ട്, അവസാന ഭാഗത്തുണ്ടാവും. അത് നമ്മൾ അധികം കേൾക്കാത്തതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, ഇഞ്ചീലിൽ നിയമങ്ങളും താരീഖുകളും ഇല്ല എന്നുള്ളതാണ്. ഇഞ്ചീലിലൊരു നിയമമില്ല, ഇഞ്ചീലിൽ താരീഖുകളും ഇല്ല. ഇഞ്ചീലിൽ സ്തോത്രങ്ങളാണ്, അള്ളാഹുവിനെ സ്തുതിക്കുന്ന ചില പദ്യങ്ങളാണ്. അത് ശരിക്കും നമ്മൾ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ ചെല്ലുന്നത് കേൾക്കലുണ്ട്. പക്ഷെ അത് നമുക്ക് ഇഞ്ചീലാന്ന് മനസ്സിലായിട്ടില്ല എന്നേ ഉള്ളൂ. തിരുത്തലായാലും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇഞ്ചീൽ പറഞ്ഞത്. അപ്പോൾ ഇഞ്ചീൽ പദ്യരൂപത്തിലുള്ളതാണ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാം അത് പാടാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാടിയിട്ടില്ല, അരവരി. അപ്പം ഇങ്ങനെ അരവരി പാടിക്കൊടുത്തു. അൽഹംദു അബ്ദഉ ബിസ്മില്ലാഹി വറഹ്മാനി, അതാണ് അരവരി. അപ്പം അഹ്മദ് അൽ മർസൂഖി അത് ഏറ്റു ചൊല്ലി. അബ്ദഉ ബിസ്മില്ലാഹി, അതിനാണ് ഈ ഏറ്റു ചൊല്ലുക എന്നുള്ള സാധനം വരുന്നത്. അഹ്മദ് അൽ ഒരാളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് അതേമാതിരി പറയാം. തഅലീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണത്. നിസ്കാരത്തിൻ്റെ ഫർളുകൾ 14 ആകുന്നു. 1 എന്ന് പറയുമ്പോൾ നിൽക്കാൻ കഴിയുന്നവൻ നിൽക്കുക എന്നങ്ങനെ പറയാൻ പാടില്ല. 1 കൂട്ടി പറയണം. 1 നിൽക്കാൻ കഴിയുന്നവൻ നിൽക്കുക. കുട്ടികളെ അങ്ങനെ തന്നെ പഠിപ്പിക്കണം. തഅലീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഏറ്റു പറയൽ. അപ്പോൾ അഹ്മദ് അൽ മർസൂഖി റളിയല്ലാഹു അൻഹു അത് ഏറ്റു ചൊല്ലി. അബ്ദഉ ബിസ്മില്ലാഹി വറഹ്മാനി, ആ അരവരി ഏറ്റു ചൊല്ലിയപ്പോൾ മൂപ്പർക്ക് സ്വന്തമായിട്ടൊരു കവിത വരികയാണ് അതിൻ്റെ ബാക്കി. വബിർറഹീമി ദായിമിൽ ഇഹ്സാനി അൽഹംദുലില്ലാഹിൽ ഖദീമിൽ അവ്വലി അൽ ആഖിരിൽ ബാഖി ബിലാ തഹവ്വുലി ثم الصلاة والسلام سرمدا على النبي خير من قد وحد وآله وصحبه ومن تبع سبيل دين الحق غير مبتدئ وبعد فاعلم بوجوب المعرفة من واجب لله 20 صفة فالله موجود قديم باقي
മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി വഖായിമുൻ ഗാനി വവാഹീദുൻ വഹൈ ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ഷൈ സമീഉനിൽ ബാസിറു വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബ്അത്തുൻ തന്തളിമു. 26 വരികളാണ് അദ്ദേഹം അപ്പോൾ പാടിയത്. അപ്പോൾ അതിങ്ങനെ കേട്ട് സഹാബത്തൊക്കെ ഇങ്ങനെ ആമീൻ 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 എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ ആ സ്വപ്നം കഴിഞ്ഞു. കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അഹമ്മദ് അൽ മർസൂഖി നബി തങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മഹാനവറുകളോട് പറഞ്ഞു, മർസൂഖി നിങ്ങൾ ആ പഴയ പാട്ട് ഒന്നുകൂടിയും പാടിക്കാണി പറഞ്ഞു. അങ്ങനെ അഹമ്മദ് അൽ മർസൂഖി രണ്ടാമതും പാടിക്കൊടുത്തപ്പോൾ എല്ലാവരും ഇങ്ങനെ ആമീൻ പറഞ്ഞു. പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ പാട്ട് എല്ലാവർക്കും പാടിക്കൊടുത്ത് ഇങ്ങനെ നടക്കൽ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തോട് ഓരോ സംശയങ്ങൾ ഇങ്ങനെ ആളുകൾ ചോദിച്ചു. ആ സംശയങ്ങളുടെ മറുപടിയാണ് ബാക്കിയുള്ള പാട്ടുകൾ. കിഫായത്തുൽ ഈമാൻ, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സബഅത്ത് കുത്തുബ് എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ദർസക്ക് ഓതാൻ പോയാൽ ആദ്യം തുടങ്ങണ അഷറത്ത് കുത്തുബ് 10 കിതാബ് കഴിഞ്ഞാൽ പിന്നെ ഉസ്താദ്മാർ ചൊല്ലിക്കൊടുക്കണ കിതാബാണ് സബഅത്ത് കുത്തുബ്. അതിലുള്ളൊരു കിതാബാണ് കിഫായത്തുൽ അവാം, കിഫായത്തുൽ ഈമാൻ തുടങ്ങിയ പേരുകൾ, ഒരുപാട് പേരുള്ള കിതാബാണത്. അത് നമ്മൾ വല്യമ്മാൻ്റെ 14 വക ഏടിലും ഉണ്ട്. ടെൻഷൻ ഉണ്ടാവില്ല എന്നാണ് ആ പാട്ട് പാടിയാൽ, മനസ്സിന് ഇടങ്ങേറൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതിൽ കുറേ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുടെ പേര് പറയുന്നുണ്ട്. ഖുർആനിൽ പറഞ്ഞ 25 അമ്പിയാക്കൾ, ഉമ്മാത്തുൽ മുഅ്മിനീൻ, മുസ്തഫാ നബി തങ്ങൾ വഫാത്താവുമ്പോൾ ജീവിച്ചിരിപ്പുള്ള 9 ഭാര്യമാർ, ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദ സഫിയത്തും മൈമുനത്തും വാ റംല ഹിന്ദും വ സൈനബും കദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ. സംഗതി അത് അറബിയിലാണെങ്കിലും മലയാളം പോലത്തെ അറബിയാണ്. ഉംറക്കോയർക്കും ഒരു അർത്ഥം വെക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. സംഗതി അറബിയിലാണ് ആ പാട്ട്, എല്ലാവർക്കും അർത്ഥം വെക്കാൻ കിട്ടുന്ന അറബിയാണ് എന്നുള്ളതാണ്. വലിയ ഈ മുസന്നിഫുമാരുടെ ബറക്കത്താണ് ശരിക്കത്. തസ്നീഫിൻ്റെ ഒരു ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരാളൊരു ഗ്രന്ഥം ഉണ്ടാക്കിയാൽ ഇത് വായിച്ചാൽ തിരിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ തസ്നീഫിൽ വളരെ ബറക്കത്തുണ്ടായി അദ്ദേഹത്തിന്. അങ്ങനെ ഇങ്ങനെ ചൊല്ലി. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആദ്യ ഭാഗമാണ് അള്ളാഹു മൗജൂദുൻ ഖദീമുൻ ബാക്കി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. ബാക്കിയുള്ളത് അതിൻ്റെ വിശദീകരണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വാജിബായ 20 സിഫത്ത്, മുസ്തഹിലായ 20 സിഫത്ത്, ജായിസായ 1 സിഫത്ത്. വാജിബായ സിഫത്ത് എങ്ങനെ 20 ആയത്? ഹദീസ് പറഞ്ഞതാ? ഖുർആനിലെവിടെ അള്ളാഹു തആലക്ക് വാജിബായ സിഫത്ത് 20 പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഹദീസിലും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വാജിബായ സിഫത്ത് 20 പറഞ്ഞിട്ടില്ല, മുസ്തഹീൽ 20 പറഞ്ഞിട്ടില്ല, ജായിസ് 1 പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ 20 ആയത്? അത് 20 ആയതിൻ്റെ കാരണം അള്ളാഹുവിനെ കുറിച്ച് ഒരു മനുഷ്യന് ഉണ്ടായേക്കാവുന്ന പരമാവധി സംശയങ്ങളുടെ ഉത്തരമാണ് അള്ളാഹുവിൻ്റെ വാജിബായ 20 സിഫത്ത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയൊരു സംശയം പോകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് 20 ആയതാണ് വാജിബ്, അതുകൊണ്ട് 20 ആയതാണ് മുസ്തഹീൽ, അതുകൊണ്ട് 1 ആയതാണ് ജായിസ്. അങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് ഒരു മനുഷ്യൻ ഉണ്ടായേക്കാവുന്ന അതിലേറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ 4. ഒന്ന്, അള്ളാഹു മൗജൂദാണ്. അപ്പം നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു മൗജൂദാണെന്ന് വിശ്വസിക്കുന്നു, അള്ളാഹു ഉള്ളവനാണ് എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെ ഉള്ളവൻ? ഉണ്ടാകൽ അനിവാര്യമായവൻ. അതിനാണ് വാജിബ് എന്ന് പറയുക.